ഹായ് ഓൾ നമസ്കാരം. റിയൽ ജോബ്സ് കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ജോബ് വേക്കൻസികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ കോട്ടയത്ത് പുതിയതായിട്ട് ലുലു മാൾ ഓപ്പൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ അവർ തന്നെ നേരിട്ട് ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. കുറേ ജോലി വേക്കൻസികളുണ്ട് കേട്ടോ. അതിലേക്ക് ലുലു ഗ്രൂപ്പ് തന്നെ നേരിട്ട് ഇൻ്റർവ്യൂ നടത്തിയിട്ട് ആളുകളെ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഇൻ്റർവ്യൂ ഇപ്പോൾ നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിലേക്കുള്ള ജോലി ഒഴിവുകൾ ഏതാ ഒക്കെ അറിയാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഞാൻ കാര്യങ്ങളിലേക്ക് കടക്കാം. കോട്ടയം ജില്ലയിൽ പുതുതായി ആരംഭിക്കാൻ പോകുന്ന ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് പുതിയ ഒഴിവുകൾ ജോലി വന്നിട്ടുണ്ട്. അവ ഏതെല്ലാം എന്ന് നോക്കാം. ഫസ്റ്റ് കാറ്റഗറി വന്നിരിക്കുന്നത് സൂപ്പർവൈസറാണ്. ഏജ് ലിമിറ്റ് ഉണ്ട് കേട്ടോ. 25 വയസ്സ് മുതൽ 35 വയസ്സ് വരെ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതിൻ്റെ കാറ്റഗറി കുറേ ഉണ്ട് കേട്ടോ. 4 ഇയേഴ്സാണ് റിലവൻ്റായിട്ട് എക്സ്പീരിയൻസ് ആവശ്യമുള്ളത്. അടുത്ത വേക്കൻസികൾ വരുന്നത് സെക്യൂരിറ്റി സൂപ്പർവൈസർ, ഓഫീസർ, ഗാർഡ്, CCTV ഓപ്പറേറ്റർ എന്നിവയിലേക്ക് 1 വർഷം മുതൽ 7 വർഷം വരെ റിലവൻ്റായിട്ടുള്ള എക്സ്പീരിയൻസ് ആവശ്യമുണ്ട്. പിന്നെ വരുന്നത് മെയിൻ്റനൻസ് സൂപ്പർവൈസർ, HVAC ടെക്നീഷ്യൻ, മൾട്ടി ടെക്നീഷ്യൻ ഇവയിലേക്കൊക്കെ മസ്റ്റ് ഹാവ് നോളജ് ഇൻ മെപ്പ് ആൻഡ് ഹാവിങ് ഇലക്ട്രിക്കൽ ലൈസൻസും BTech അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് വിത്ത് 4+ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസും ആവശ്യമുണ്ട് കേട്ടോ. അടുത്ത വേക്കൻസി വരുന്നത് എക്സിക്യൂട്ടീവ് ഷെഫ്, സോസ് ഷെഫിലേക്കാണ്. BHM വിത്ത് 4 മുതൽ 8 വർഷം വരെയുള്ള എക്സ്പീരിയൻസ് ആണ് ആവശ്യമുള്ളത്. പിന്നെ വരുന്നത് സ്റ്റോർ കീപ്പർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്ററാണ്. അതിലേക്ക് BCom വിത്ത് 1 വർഷം മുതൽ 2 വർഷം വരെയുള്ള എക്സ്പീരിയൻസ് ആവശ്യമുണ്ട്. പിന്നെ വിഷ്വൽ മെർക്കൻഡൈസറിലേക്ക് എനി ഡിഗ്രിയാണ് ചോദിക്കുന്നത്. പിന്നെ 2 മുതൽ 4 വർഷം വരെയുള്ള പരിചയവും ആവശ്യമാണ്. അടുത്ത വരുന്നത് സെയിൽസ്മാൻ, സെയിൽസ് വുമണിലേക്കാണ്. ഏജ് ലിമിറ്റ് വരുന്നത് 20 മുതൽ 25 വയസ്സ് വരെയാണ്. SSLC HSC ആണ് യോഗ്യത വരുന്നത്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് കാഷ്യറിലേക്കാണ്. ഏജ് ലിമിറ്റ് 20 മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്കാണ് പറ്റുള്ളൂ. BCom ആണ് വരുന്നത്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് റൈഡ് ഓപ്പറേറ്ററാണ്. ഏജ് ലിമിറ്റ് 20 മുതൽ 30 വയസ്സ് വരെയാണ്. HSC ഡിപ്ലോമയാണ് പറയേണ്ടത്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത വേക്കൻസി കോമിസ് ഷെഫ്, ഡി പാർട്ടി, DCDPയിലേക്കാണ്. അതിലേക്ക് കുറേ കാറ്റഗറികൾ വരുന്നുണ്ട്. സൗത്ത്, നോർത്ത് ഇന്ത്യൻ, കണ്ടൻഷ്യൽ, ചൈനീസ്, അറബിക് അങ്ങനെ ഫുഡിൻ്റെ കുറേ കാറ്റഗറീസും ഒക്കെ വരുന്നുണ്ട്. ബ്രോസ്റ്റഡ് മേക്കർ, ഷവർമ മേക്കർ, സാൻഡ്വിച്ച് മേക്കർ, പിസ്സ മേക്കർ, ജ്യൂസ് മേക്കർ, ബിരിയാണി സ്പെഷ്യലിസ്റ്റ്, ലോക്കൽ ട്രഡീഷണൽ സ്നാക്സ് മേക്കർ, പാസ്ട്രി ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. BHM ഓർ റിലവൻ്റ് എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. അടുത്ത വേക്കൻസി ബ്ലഷ് ഇൻ ചാർജ് മേക്കപ്പ് ആർട്ടിസ്റ്റിലേക്കാണ്. എനി ഡിഗ്രിയാണ് പറയുന്നത്. പിന്നെ 2 മുതൽ 5 വർഷം വരെയുള്ള എക്സ്പീരിയൻസ് ഇൻ കോസ്മെറ്റിക് ആൻഡ് ഫ്രാഗ്രൻസ് പ്രൊഡക്ട്സിൽ ആവശ്യമുണ്ട് എന്നാണ് പറയണത്. പിന്നെ വരുന്നത് ബച്ചർ ആൻഡ് ഫിഷർ, പാസ്ട്രി ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. BHM ഓർ റെലവൻ്റ് എക്സ്പീരിയൻസ് ആണ് അതിന് ചോദിക്കുന്നത്. പിന്നെ അടുത്ത വേക്കൻസി വരുന്നത് ബ്ലഷ് ഇൻ ചാർജ് മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ഇതിലേക്ക് എനി ഡിഗ്രിയാണ് ചോദിക്കുന്നത്. പിന്നെ 2 മുതൽ 5 വർഷം വരെയുള്ള പരിചയം കോസ്മെറ്റിക് ആൻഡ് ഫ്രാഗ്രൻസ് പ്രൊഡക്റ്റിലേക്ക് അത്രയും പരിചയം വേണമെന്നാണ് പറയുന്നത്. പിന്നെ ബച്ചർ ആൻഡ് ഫിഷർ മോങ്കറാണ്. അതിലേക്ക് റിലവൻ്റ് എക്സ്പീരിയൻസ് ഫിഷിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് പരിചയം വേണം. പിന്നെ മീറ്റ് കട്ടിങ്ങും പരിചയം വേണമെന്നാണ് പറയണത്. അടുത്ത വേക്കൻസി ടൈലറിലേക്കാണ്. ജെൻസിനും ലേഡീസിനും അപ്ലൈ ചെയ്യാൻ പറ്റും. ഏജ് ലിമിറ്റ് 40 വയസ്സ് വരെയാണ്. പിന്നെ എക്സ്പീരിയൻസ് ആവശ്യമുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ അടുത്ത വേക്കൻസി വരുന്നത് ഹെൽപ്പർ പാക്കറിലേക്കാണ്. ഏജ് ലിമിറ്റ് 30 മുതൽ 40 വയസ്സ് വരെയാണ്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലമൊക്കെ എവിടെയാണെന്നുള്ളത് നോക്കാം. കോട്ടയത്ത് വെച്ചാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. 20/6/2024 21/6/2024 9 മണി മുതൽ 4 മണി വരെയാണ് ഇൻ്റർവ്യൂ സമയം വരുന്നത്. ആൻസ് ഇൻ്റർനാഷണൽ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെൻറ്റർ, എറയിൽ കടവ്, കോട്ടയത്ത് വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. വാക്കിൻ ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അവിടെ പോയി പങ്കെടുക്കുക. സമയത്തൊക്കെ എത്തിച്ചേരുക. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് പോവുക.
പിന്നെ പ്രൂഫൊക്കെ എന്തെങ്കിലും കയ്യിലൊക്കെ ID കാർഡോ അങ്ങനെ എന്തെങ്കിലും കയ്യിലൊക്കെ, പിന്നെ CV എടുക്കുക. ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൊണ്ടുപോവുക. പിന്നെ അതാത് പോസ്റ്റുകളിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കയ്യിൽ വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.